കേട്ടറ്റ് കാറ്റഗറി ഫോർ ഡ്രോയിങ്. സിന്ധു നദീതട സംസ്കാരവും കേവ്സ് ആർട്ടും ആയി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന പ്രതിമകൾ ഏതൊക്കെയാണ്? ഡാൻസിങ് ഗേള്, പുരോഹിതൻ്റെ പ്രതിമ. ഇവയൊക്കെയാണ് അവിടുന്ന് കിട്ടിയ പ്രധാന പ്രതിമകൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന സ്മാരകങ്ങൾ ഏതൊക്കെയാണ്? ഗ്രേറ്റ് ബാത്ത്, ധാന്യപ്പുരകൾ, കോട്ടകൾ. ഇവയൊക്കെയാണ് പ്രധാന സ്മാരകങ്ങൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന തൊഴിൽ എന്തായിരുന്നു? കൃഷി, കച്ചവടം, കരകൗശലം. നാലാമത്തെ ക്വസ്റ്റ്യൻ, സിന്ധു നദീതട സംസ്കാരത്തിലെ ലിപി എങ്ങനെ അറിയപ്പെടുന്നു? സിന്ധു ലിപി, ഹാരപ്പൻ ലിപി. ഇവയൊക്കെയാണ് അവിടെ അവരുടെ ലിപികൾ അതൊക്കെയായിരുന്നു. സിന്ധു ലിപി, ഹാരപ്പൻ ലിപി. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സിന്ധു നദീതട സംസ്കാരത്തിലെ ആദ്യമായി കണ്ടെത്തിയ സ്ഥലം? ഹാരപ്പ. ആദ്യമായിട്ട് കണ്ടെത്തിയത് ഹാരപ്പയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മോഹൻജദാരോ എന്ന നഗരത്തെ ഡാഷ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്? മരിച്ചവരുടെ കുന്ന്. മരിച്ചവരുടെ കുന്ന് എന്നാണ് മോഹൻജദാരോ എന്ന നഗരത്തെ അറിയപ്പെട്ടിരുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, സിന്ധു നദീതട നാഗരികതയിലെ ഈ സ്ഥലം ഒരു പ്രധാന തുറമുഖം ആയിരുന്നു. ഇവിടെ കപ്പൽ നിർമ്മാണശാലയുണ്ടായിരുന്നു. ഏതാണ് ആ സ്ഥലം? ലോത്തൽ. ഇത് സിന്ധു നദീതട സംസ്കാരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നഗരം കൂടിയാണ് കേട്ടോ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സിന്ധു നദീതട നാഗരികതയിൽ ഡാഷ് സ്ഥലത്ത് ഉഴുതുമറിച്ച പാടങ്ങളും അഗ്നികുണ്ഡങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ആൻസർ കാലിബംഗൻ. അടുത്ത ക്വസ്റ്റ്യൻ, സിന്ധു നദീതട നാഗരികതയിൽ ജലസംഭരണികളും വലിയ തോതിലുള്ള നഗരാസൂത്രണവും ഇവിടെ കാണാം. എവിടെ? ധോളവീര. അടുത്ത ക്വസ്റ്റ്യൻ, സിന്ധു നദീതട നാഗരികതയിൽ മുത്തുകൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങളും ഷെൽ കൊണ്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്ന തൊഴിൽശാലകളും എവിടെ നിന്നാണ് കണ്ടെത്തിയത്? അതിൻ്റെ ആൻസർ ചാൻഹുദാരോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹാരപ്പ തുറമുഖ നഗരമായ ലോത്തൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഭോഗവ നദിക്കര, അതായത് സബർമതിയുടെ കൈവഴിയായ ഗംബത് ഉൾക്കടലിൽ. സബർമതിയുടെ കൈവഴിയാണ് അതിൻ്റെ ഗംബത് ഉൾക്കടലിൽ എന്നും പറയും. ഗംബത് ഉൾക്കടലിൽ. അടുത്ത ക്വസ്റ്റ്യൻ, നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ പ്രതിമ ചെയ്തെടുത്തത് എവിടെ? ഖനനം ചെയ്തെടുത്തത് എവിടെയെന്നാണ് കേട്ടോ. ഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണെന്ന്? മോഹൻജദാരോയിൽ നിന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, കൻഹോരി ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? മുംബൈ. മുംബൈയിലാണ് കൻഹോരി ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. അത് പശ്ചിമഘട്ടത്തിലെ മികച്ച പാറയിൽ കൊത്തിയെടുത്തതും പിന്നെ ബുദ്ധമത വികാസത്തിന് ഉദാഹരണമാണ്. ചൈത്യങ്ങളും വിഹാരങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, കാൽ ഗുഹകൾ കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ചൈത്യഗൃഹമാണ് ഡാഷ് ഗുഹകൾ. കനേരി ഗുഹകൾ. കാലല്ല കേട്ടോ, കാളാണ്, കാൾ.
16-ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലോറ ഗുഹകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്ര. അടുത്ത ക്വസ്റ്റ്യൻ, ഉദയഗിരി ഖണ്ഡഗിരി എന്ന പ്രശസ്തമായ ഗുഹകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഒഡീഷയിൽ ഭുവനേശ്വർ. പ്രധാന ഉദയഗിരി ഗുഹകൾ ഹാത്തി ഗുംഫ, റാണി ഗുംഫ, ഗണേഷ് ഗുംഫ, വ്യാഘര ഗുംഫ. ഇവിടെ ഇതൊക്കെയാണ് ഉദയഗിരിയുടെ പ്രധാനപ്പെട്ട ഗുഹകൾ, ഉദയഗിരിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഗുഹകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ബാർഹുത് സ്തൂപത്തിൻ്റെ അവശിഷ്ടങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഇന്ത്യൻ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിലാണ് ഇത് കാണപ്പെട്ടിരുന്നത്. അവിടെ നിന്ന് ഏതാനും കുറച്ച് സാധനങ്ങളാണ്, സ്തൂപത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. മൗര്യ ചക്രവർത്തിയായ അശോക ചക്രവർത്തിയുടെ ഭരണകാലത്ത് നിർമ്മിച്ചതാണിത്. അടുത്ത ക്വസ്റ്റ്യൻ, എലിഫൻ്റ ഗുഹകൾ ഏത് ദേവതയ്ക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ശിവൻ. അവിടെ കൈലാസ അറിയാലോ, എല്ലാവർക്കും അറിയാം. എലിഫൻ്റ ഗുഹയുടെ പ്രധാനപ്പെട്ട ഒരിത് കൈലാസനാഥ ക്ഷേത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 26, ശ്വേതഗജ ജാതക പെയിൻറ്റിങ് എത്രാമത്തെ അജന്ത ഗുഹയിലാണ് കാണപ്പെടുന്നത്? ഗുഹ നമ്പർ 10, AD 5 to 6. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഗുഹയിലാണ് വിപുലമായ ഫ്രെസ്കോ പെയിൻറ്റിങ്ങുകൾ കാണപ്പെടുന്നത്? ഏത് ഗുഹയിലാണ് വിപുലമായ ഫ്രെസ്കോ പെയിൻറ്റിങ്ങുകൾ കാണപ്പെടുന്നത്? നമ്മുടെ അജന്ത ഗുഹയിലാണ്, അജന്ത ഗുഹ. ഓക്കെ, താങ്ക് യു.